ഇതാ നമ്മുടെ സൂര്യകാന്തി നിറയെ പൂത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കിങ്ങിണിയാണ് വന്നിരിക്കുന്നത്. അപ്പം കിങ്ങിണി എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയം ഇതാ ഈ കുഞ്ഞുമോടെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം മുതലേ എപ്പോഴും എൻ്റെ അടുക്കൽ ഓടി വരുന്നതാമോ, എപ്പോഴും എനിക്ക് കൂട്ടായിട്ടും എല്ലാം വന്നിരിക്കുന്ന കിങ്ങിണിയായിരുന്നു. അപ്പോൾ ആ കിങ്ങിണിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഞങ്ങളുടെ ചെട്ടുളങ്ങര ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കരുനാഗപ്പള്ളിലും അവൾ ചെട്ടുളങ്ങര ഭാഗത്തോട്ടും അങ്ങനെ ആയിപ്പോയി. പക്ഷേ എങ്കിലും അവൾ വരുമ്പോഴെല്ലാം ഓടി ഇവിടെ വരും. ഏത് സമയവും അവൾ വീട്ടിൽ വരുന്ന ഉടനെ ഓടി എൻ്റെ ചേച്ചി കൊണ്ടുവന്ന തൈ എൻ്റെ ഇത്ര ആയില്ല, കുറച്ച് ചെറുതാണ്. അന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് തൈ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം സൂര്യകാന്തി നമ്മളിവിടെ എൻ്റെ പൂവായിട്ടില്ല. അതെ, ഇവിടെ നമ്മൾ പാവി എടുത്തതായിരുന്നു ട്രേക്കകത്ത്. അപ്പം അന്ന് വന്നപ്പം സൂര്യകാന്തി നടാനുള്ള പരുവായപ്പോൾ എന്നോട് കുറച്ച് തൈയൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോയത്. അപ്പോൾ അവൾക്കത് പൂവായില്ല, ഇങ്ങനെ വലിയ ആരോഗ്യമൊന്നും ഇല്ലാതെ വരുന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ്. ഇതിപ്പോൾ നമ്മളിവിടെ പൂവാൻ കാരണം നന്നായിട്ട് വളം ചേർത്ത് നേരത്തെ തക്കാളി നട്ടിരുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് പൂവൊക്കെ ആയി. പക്ഷെ അവിടെ എങ്ങനെയായിരുന്നു നട്ടത്? ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടത്. ചെടിച്ചട്ടിക്കകത്ത് വലിയ വളമൊന്നും കാണത്തില്ലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് കൂടുതൽ വളം വേണമെന്ന് തോന്നുന്നു വലിയ പൂവൊക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ വലിയ വളർച്ചയൊന്നും ഇല്ല. അപ്പോൾ അപ്പുറത്തോട്ട് ഇങ്ങനെ പൂവിന് കുറച്ചുകൂടെ നല്ല പൊക്കവും വലിപ്പവും ഒക്കെ ഉണ്ട്. ചേച്ചി ഇത് സാധാ കോണാണോ? ഇത് സ്വീറ്റ് കോണാണ്. ഇത് നമ്മൾ സാധാ കോണല്ല, പക്ഷേ സാധാ കോൺ നമ്മൾ പാചകം ചെയ്തല്ലേ, നമ്മൾ പുഴുങ്ങി. ഇത് ആയോ? പരുവായോ? അത് പരിപാടിക്കാണോ? ഇത് പുഴുങ്ങി കഴിക്കാം. ഇത് പുഴുങ്ങണ്ട, ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. എന്താ ഇത് കഴിച്ച് നോക്കി. പുള്ളി ഇതിന്റെ ആളാ ആണോ? കഴിച്ചോളൂ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവേ. പ്രത്യേകിച്ച് ഇതിന് പുഴുങ്ങൊന്നും വേണ്ട. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എങ്ങനെയാ? നല്ല മധുരം. നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു വെള്ളമയോ നല്ല മധുരവും ഉണ്ട്. ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇവിടുന്ന് കുറച്ച് പേര് വാങ്ങിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലതായിട്ട് പിടിക്കുമോ ഇതിനകത്ത്? ഒരെണ്ണത്തിനകത്ത് 1, 2, 3 അത്രയും കായ് കൂടുതൽ ഇതിനകത്ത് പിടിക്കത്തില്ല. അപ്പുറം ഇപ്പുറം സൈഡിൽ 2 കാ പിടിക്കും. പിന്നെ ഈ പൂവ് പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ടുണ്ടാകുന്ന പൂവാ. അപ്പോൾ ഈ പൂവിനകത്തു നിന്ന് പരാഗണം നടന്നാലാണ് ഇതിനകത്ത് ഫുള്ള് കായ ഉണ്ടാകുന്നത്. പരാഗണം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കായ നമുക്ക് ഫുള്ള് കായ വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു, കുറച്ച് കായ പിടിച്ചിട്ടുള്ളായിരുന്നു. ഇത്തവണ ഇടയ്ക്കൊക്കെ മഴ പെയ്തത് കൊണ്ടാണോ അതോ കാറ്റിൻ്റെയൊക്കെ ആണോ എന്നറിയാൻ വേണ്ടി നന്നായിട്ട് കായ ഉണ്ട്. ഇതിനകത്ത് ഫുള്ള് കായ ഉണ്ട്. നമ്മൾ 2-3 എടുത്തായിരുന്നു. ഇനി കുറച്ചുകൂടെ ഇപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ചേ നട്ടിട്ടുള്ളായിരുന്നു, പക്ഷെ അതെല്ലാം ഓരോരുത്തർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. കഴിഞ്ഞ തവണ വാങ്ങിച്ചവരെല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഇതായത്. പിന്നെ നമ്മുടെ കുക്കുംബർ ഈ വട്ടം പൊട്ടുവെള്ളരി അത് നട്ടില്ലേ? പൊട്ടുവെള്ളരി കുറച്ച് നട്ടിട്ടുണ്ട്. പക്ഷെ വെള്ളം കഴിക്കാനോ ഉപ്പിട്ട് തരണം അല്ലേ? ഉപ്പും നാരങ്ങാനീരൊക്കെ കുറച്ച് മുളകുപൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇങ്ങനെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഓടി വരും കേട്ടോ. എപ്പോൾ വന്നാലും ഓടി എന്തെങ്കിലും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ഇത്തവണ വന്നപ്പോൾ വീട്ടിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവൾ ഇങ്ങോട്ട് തന്നെ ഓടി വന്നതാണ് കാണാം. അപ്പോൾ ഇവിടെ വന്നപ്പം സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് വന്നു കേട്ടോ. തമിഴ്നാട് അല്ലെങ്കിലും നമുക്ക് 1-2 കുറച്ച് സൂര്യകാന്തിയൊക്കെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടെടുത്ത് സൂര്യകാന്തിയൊക്കെ സൂര്യകാന്തി ഒരുപാടെടുത്ത് നമ്മൾ നടുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ചെയ്യുന്നിടത്ത് ആദ്യമായിട്ടാണ് ഞാനിത് നട്ടത്.